ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ അറിയാതെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. മുൻ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തായ ദിവസമാണ് ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസറിനെ നിയമിച്ചത്. റാങ്ക് നൽകിയ ഉദ്യോഗാർത്ഥിയെയാണ് VCയുടെ ഉത്തരവില്ലാതെ രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് ആക്ഷേപം. ഡോക്ടറേറ്റ് ബിരുദം നേടിയ 6 പേരെ ഒഴിവാക്കിയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ താൽക്കാലിക അധ്യാപകനായ ബാലകൃഷ്ണന് മുൻ വൈസ് ചാൻസലർ റാങ്ക് നൽകിയത്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തായ ദിവസം ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് റാങ്ക് നൽകിയ ഉദ്യോഗാർത്ഥിയെ VCയുടെ ഉത്തരവില്ലാതെ രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിപ്പിച്ചതായാണ് ആക്ഷേപം. ജോഗ്രഫി വകുപ്പിലെ ജനറൽ മെറിറ്റിലെ അധ്യാപക നിയമനം ഹൈക്കോടതി തടഞ്ഞിരിക്കുമ്പോഴാണ് അതേ ഇന്റർവ്യൂവിൽ സംവരണ തസ്തികയിൽ റാങ്ക് ചെയ്ത P. ബാലകൃഷ്ണന് ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയത്. ഡോക്ടറേറ്റ് ബിരുദം നേടിയ 6 പേരെ ഒഴിവാക്കിയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല താൽക്കാലിക അധ്യാപകനായ ബാലകൃഷ്ണന് മുൻ വൈസ് ചാൻസലർ റാങ്ക് നൽകിയത്. മുൻ VC ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നുള്ള വിഷയ വിദഗ്ധരെ ഓൺലൈനായി പങ്കെടുപ്പിച്ചായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. വിവരാവകാശ നിയമപ്രകാരം ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോഴാണ് നിയമന ഉത്തരവ് കൂടാതെയാണ് ഇയാളെ സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചതെന്ന് സർവകലാശാല അറിയിച്ചത്. VC അറിയാതെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ കണ്ണൂർ രജിസ്ട്രാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും കണ്ണൂർ VCക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം.